അപ്പോൾ ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കഥ പറയാൻ പോവുകയാണ്. അത് കഥയെന്ന് പറഞ്ഞാൽ സാധാരണ കഥയല്ല, ഒരു സംഭവ കഥ. അതായത് 1990 ഓഗസ്റ്റ് 4 സ്കോട്ട്ലൻഡിലെ കാൽവൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ സമീപ പ്രദേശത്ത് ഒരു കുന്നിൻ ചെരുവിൽ 2 യുവാക്കൾ ട്രെക്കിംഗ് നടത്തുകയായിരുന്നു. പെട്ടെന്ന് ഒരു കാഴ്ച കണ്ട് അവർ രണ്ടുപേരും സ്തബ്ധരായി നിന്നുപോയി. അതായത് അവരുടെ മുന്നിൽ തെളിഞ്ഞ ആകാശത്ത് ഒരു വലിയ ഡയമണ്ട് ഷേപ്ഡ് വസ്തു ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഇതിന് ആശ്ചര്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ആകാശത്ത് ആ ഡയമണ്ട് ഷേപ്പ് വസ്തു മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ ഒരു ഫൈറ്റർ വിമാനം ഇതിൻ്റെ സമീപത്തൂടെ പറന്നു നീങ്ങുകയുണ്ടായി. അങ്ങനെ ഏതാനും നിമിഷങ്ങൾ, ഏതാനും മിനിറ്റുകൾ ആ വസ്തു നിശ്ചലമായി അങ്ങനെ ആകാശത്ത് ഉയർന്നു നിന്നു. തുടർന്ന് നൊടിയിടയിൽ അത് മുകളിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്നും ദിവസവും ദിനം പ്രതി ആയിരക്കണക്കിന് അല്ല നൂറുകണക്കിന് ഇത്തരം UFO സ്റ്റോറീസ്, അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സിനെ കുറിച്ചുള്ള സ്റ്റോറീസ്, കഥകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു എന്നുള്ള അവകാശവാദങ്ങൾ ഉയർന്നു വരാറുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾക്കെല്ലാം കോമൺ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം വസ്തുക്കൾ കാണുന്ന ആൾക്കാരുടെ ക്യാമറയും മൊബൈൽ ഫോണും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരിതിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നുപോകും. അല്ല, ഇവർ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വസ്തു അവിടെ നിന്നും അപ്രത്യക്ഷമാകും. ഇനി ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് വന്നാൽ അത് എല്ലാം തന്നെ ഫേക്ക് ആയിരിക്കും. ഫേക്ക് എന്നല്ല പറയേണ്ടത്, ഇത് കണ്ട ആൾക്കാർ ആകാശത്ത് അവർക്കറിയാൻ മേലാത്ത എന്തെങ്കിലും വസ്തു, അതായത് സാറ്റലൈറ്റുകളാകാം അല്ലെങ്കിൽ വെതർ ബലൂൺസ് ആകാം, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് അത് UFO ആയി അല്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ചുള്ള UFO ആണ്, അങ്ങനെ തെറ്റിദ്ധരിച്ച് ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന വസ്തുക്കളായിരിക്കും. അവിടെയാണ് ഈ സംഭവം വ്യത്യസ്തമാകുന്നത്. അതായത് 1990 ഓഗസ്റ്റ് 4 കാൽവാനിലെ കുന്നിൻ ചെരുവിൽ ഈ ഡയമണ്ട് ഷേപ്പ് വസ്തു ആകാശത്ത് കണ്ട ആ 2 ചെറുപ്പക്കാരുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. ക്യാമറ ഉണ്ടായിരുന്നത് മാത്രമല്ല, അവർ അതിൻ്റെ ഫോട്ടോ എടുക്കുകയുണ്ടായി. ഒന്നല്ല, 6 ഫോട്ടോകൾ, നല്ല വ്യക്തവും സുന്ദരവുമായ 6 ഫോട്ടോകൾ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങളോളം ലോകത്തിലെ വിദഗ്ധരായ പല ഫോട്ടോഗ്രാഫി എക്സ്പേർട്ടുകളും ഈ ഫോട്ടോകൾ പലതരത്തിൽ പഠിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും അവർക്കാർക്കും ഇത് സത്യമല്ലെന്ന്, ഈ ഫോട്ടോസ് ജെനുവിൻ അല്ലെന്ന് തെളിയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ UFO എന്ന് നമ്മൾ വിളിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ UFO സ്റ്റഡീസിൻ്റെ ചരിത്രത്തിൽ മനുഷ്യൻ പകർത്തിയിട്ടുള്ള ഏറ്റവും കൃത്യവും വ്യക്തവുമായ ചിത്രമാണ് ഈ കാൽവൻ UFO ഫോട്ടോഗ്രാഫ്. കൃത്യവും വ്യക്തവുമായതുകൊണ്ട് തന്നെ അത്യന്തം ദുരൂഹവുമാണ് കാൽവാൻ UFO ഫോട്ടോഗ്രാഫിൻ്റെ ചരിത്രം. അതായത് ഈ ചിത്രത്തിന് പിന്നിൽ അത്ര തന്നെ ദുരൂഹമായ കുറേ രഹസ്യങ്ങൾ കൂടിയുണ്ട്. അതായത് 1990 ഈ ചിത്രം പകർത്തപ്പെടുന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് 30 വർഷക്കാലം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ചിത്രങ്ങൾ ലോകത്തിൻ്റെ കണ്ണിൽ നിന്നും രഹസ്യമായി സൂക്ഷിച്ചു. പിന്നീട് തികച്ചും നാടകീയമായ ചില സംഭവ വികാസങ്ങൾക്കൊടുവിൽ ഈ ചിത്രത്തെ സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും ഇന്നും ഇതിനെ സംബന്ധിക്കുന്ന പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തയ്യാറല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നടത്താൻ പോകുന്നത് അന്ന് 1990 ഓഗസ്റ്റ് 4 കാൽവാനിലെ കുന്നിൻ ചെരുവിൽ ആ 2 യുവാക്കൾ യഥാർത്ഥത്തിൽ എന്തിൻ്റെ ഫോട്ടോഗ്രാഫാണ് പകർത്തിയതെന്നും അതിനുശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് അത്ര കണ്ട് പെയിൻ എടുത്ത്, അത്ര കണ്ട് എഫേർട്ട് എടുത്ത് ഈ ചിത്രങ്ങൾ ലോകത്തിൻ്റെ കണ്ണിൽ നിന്നും മറച്ചു വെച്ചത് എന്നതിനെക്കുറിച്ചും ഉള്ള ഒരു അന്വേഷണമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ സയൻസും മിത്തും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അതായത് സയൻസിനും ഈ സൂപ്പർ നാച്ചുറൽ വേൾഡിനും ഇടയ്ക്കായി മറ്റെന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കായി ഒരു ബുക്ക് പരിചയപ്പെടാം. ബുക്ക് ഇതാണ്. ബുക്കിൻ്റെ പേര് ജീവൻ മന്ത്ര, എലമെൻ്റൽ സീക്രട്ട് ഓഫ് എർത്ത് വെയർ സയൻസ് മീറ്റ് ദ സൂപ്പർ നാച്ചുറൽസ്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ അവിചാരിതമായിട്ട് കണ്ടിട്ട് വാങ്ങി വായിച്ച ഒരു ബുക്കാണ്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാൻ കാര്യം മറ്റൊന്നുമല്ല, ഇത് ഒരു സയൻറ്റിഫിക് അപ്രോച്ചിലൂടെ ഈ സൂപ്പർ നാച്ചുറൽ വേൾഡിനെ ഒന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ്. അപ്പം സംഭവം ഒരു സയൻറ്റിഫിക് ബുക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു പ്യുവർ ഫിക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ, ഇങ്ങനെ ഈ സൂപ്പർ നാച്ചുറൽ വേൾഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഫിക്ഷണൽ സ്റ്റോറീസ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടുന്നൊരു ബുക്കാണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഹാർഡ് കോപ്പി വളരെ കോസ്റ്റ്ലിയാണ്, പക്ഷേ കിൻഡൽ എഡിഷൻ വളരെ ചീപ്പറായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആ കിൻഡൽ എഡിഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് വാങ്ങി വായിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സയൻസും മിത്തും സൂപ്പർ നാച്ചുറൽ വേൾഡും ഒക്കെ ഇങ്ങനെ കൂടിക്കലർന്ന് കിടക്കുന്ന കഥകൾ ഇഷ്ടമാണെങ്കിൽ, അത്തരം സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ
നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ അന്ന് ആ വിചിത്രമായ വസ്തുവിൻ്റെ ഫോട്ടോ എടുത്ത ശേഷം ഈ യുവാക്കൾ ആദ്യം ചെയ്തത് അവിടെ ഏറ്റവും അടുത്തുള്ള ന്യൂസ് പേപ്പർ ഓഫീസിൽ ഇതിനെക്കുറിച്ച് അറിയിക്കുകയായിരുന്നു. അതായത് ഗ്ലാസ്ഗോ ഡെയിലി റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ വിളിച്ച് ഇങ്ങനെ ഒരു വസ്തുവിൻ്റെ ഫോട്ടോഗ്രാഫ് ഞങ്ങൾക്ക് എടുക്കാനൊരു സാഹചര്യം ഉണ്ടായെന്ന് അവരറിയിച്ചു. ഈ ഫോട്ടോകൾ, ഈ 6 ഫോട്ടോസും ന്യൂസ് പേപ്പറിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഫോട്ടോകൾ കണ്ട ന്യൂസ് എഡിറ്റർ ആൻഡി അലൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ആ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസാണ് തൻ്റെ ടേബിളിൽ ഇരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ ഒന്നുകൂടി ഇരുത്തി ചിന്തിച്ചപ്പോൾ പുള്ളിയുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉരുണ്ടുകൂടി. കാരണം ഈ കാൽവാനും മറ്റും ഉൾപ്പെടുന്ന ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നിരന്തരമായി RAF, അതായത് റോയൽ എയർഫോഴ്സ് അവരുടെ പരീക്ഷണ പറക്കലുകൾ നടത്തുന്ന ഒരു പ്രദേശമാണ്. അതായത് ഈ മേഖലകളിലെല്ലാം RAFിൻ്റെ പല ക്യാമ്പുകളുമുണ്ട്. അവരുടെ വിമാനങ്ങളും മറ്റുമൊക്കെ നിരന്തരമായിട്ട് ഇവിടെ പരീക്ഷണ പറക്കലുകളും ട്രെയിനിങ് എക്സസൈസുകളും ഒക്കെ നടത്താറുണ്ട്. അപ്പം റോയൽ ഫോഴ്സിൻ്റെ എന്തെങ്കിലും പരീക്ഷണ പറക്കലുകളിലോ അല്ലെ എന്തെങ്കിലും ട്രെയിനിങ് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് വന്ന എന്തോ ഒരു സംഭവത്തിൻ്റെ ഫോട്ടോ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് സംശയം തോന്നിയ നമ്മുടെ ആൻഡി അലൻ RAFിൻ്റെ റോയൽ എയർഫോഴ്സിൻ്റെ പ്രസ് ഓഫീസർ ക്രെയ്ഗ് ലിൻഡേക്ക് ഈ ഫോട്ടോഗ്രാഫ്സ് അയച്ചു കൊടുത്തു. ആൻഡി അലനെ പോലെ ഈ ഫോട്ടോഗ്രാഫ്സ് കൊണ്ട് ആകെ ആശ്ചര്യപ്പെട്ടു പോയ ക്രെയ്ഗ് ലിൻഡേ ഈ ഫോട്ടോഗ്രാഫ്സ് അയാളുടെ സുപ്പീരിയർ ഓഫീസറിന് അയച്ചു കൊടുത്തു. അവിടുന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈ വാർത്ത ബ്രിട്ടീഷ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ആസ്ഥാനം വരെ എത്തിച്ചേർന്നു. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ MOD ഇതിനെക്കുറിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിടുന്നു. തുടർന്ന് ഈ 6 ഫോട്ടോഗ്രാഫ്സും അതിൻ്റെ നെഗറ്റീവ്സും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കസ്റ്റഡി എടുക്കുന്നു. കസ്റ്റഡി എടുത്തത് മാത്രമല്ല, ഈ 2 ചെറുപ്പക്കാരെ വിളിച്ച് അവർ വിശദമായി ചോദ്യം ചെയ്യാനും ആരംഭിച്ചു. അധികം താമസിക്കാതെ ഗ്ലാസ്ഗോ ഡെയിലി റെക്കോർഡ്സിന് MODയിൽ നിന്നും അറിയിപ്പ് കിട്ടി, ഈ ഫോട്ടോകൾ ഫേക്കാണ്, ഇതൊരു ഹോക്സ് ആണ്, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നൊരു വാർണിംഗ് കൂടെ അവർ കൊടുക്കുന്നു. അതുകൊണ്ട് ആ ന്യൂസ് പേപ്പർ ഈ ന്യൂസ് ഉപേക്ഷിക്കുന്നു. കൂടാതെ MODയും അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ പ്രസ് ഓഫീസർ ക്രെയ്ഗ് ലിൻഡേ അതിനെക്കുറിച്ച് പിന്നീട് കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാനും പോയില്ല. ഇതൊരു ഹോക്സ് ആണെന്നുള്ള ഇൻഫർമേഷനാണ് MOD അദ്ദേഹത്തിനും കൊടുത്തത്. ഏതാനും ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രസ് ഓഫീസർ ക്രെയ്ഗ് ലിൻഡേ MODയുടെ ആസ്ഥാനത്ത് എന്തോ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് എത്തുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ മുറിയിൽ ഈ ഫോട്ടോഗ്രാഫ്സിൻ്റെ, അയാൾ ഏത് ഫോട്ടോഗ്രാഫ്സ് ആണോ തൻ്റെ സുപ്പീരിയർ ഓഫീസറിന് കൈമാറിയ അതേ ഫോട്ടോഗ്രാഫ്സിൻ്റെ ഒരു പോസ്റ്റർ സൈസ് ഇമേജ് തൂക്കിയിരിക്കുന്നത് അയാൾ കാണാനിടയായി. ഒരുപക്ഷെ ഈ ഭംഗിയുള്ള ഫോട്ടോഗ്രാഫ് ഒരു അലങ്കാര വസ്തുവായി തൂക്കിയിരിക്കുന്നതായിരിക്കും എന്ന് കരുതി നമ്മുടെ ക്രെയ്ഗ് ലിൻഡേ അത് വിട്ടുകളഞ്ഞു. പക്ഷേ അന്ന് അവിടെ സംഭവിച്ചത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. ആ ചെറുപ്പക്കാരിൽ നിന്നും ഈ ഫോട്ടോസും നെഗറ്റീവ്സും മേടിച്ചെടുത്ത ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആ ഫോട്ടോഗ്രാഫും എന്തിനാ ആ സംഭവം തന്നെ ലോകത്തിൻ്റെ കണ്ണിൽ നിന്നും എന്നേക്കുമായി മുക്കിക്കളഞ്ഞു. പിന്നീട് തിരികെ പ്രത്യക്ഷപ്പെടുന്നത് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ നമുക്കറിയാം 1950 ശേഷം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും മറ്റും ഈ UFOസിനെ സംബന്ധിക്കുന്ന 100 കണക്കിന് 1000 സ്റ്റോറീസാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 1990 കാലഘട്ടമൊക്കെ ആയപ്പം UFO എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു കോമഡി പീസായി മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്തിനായിരിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഫോട്ടോഗ്രാഫ്സ് മറച്ചു വെച്ചത്? ആ ഒരു ക്യൂരിയോസിറ്റിയാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ സംഭവിക്കുന്നത് 1993 ശേഷം ഈ കാൽവാൻ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ കാൽവാൻ ഫോട്ടോഗ്രാഫ്സ് പൂർണ്ണമായും വിസ്മൃതിയിലായിപ്പോയി. അതായത് ലോകത്തെ യൂഫോളജിസ്റ്റുകൾ ആരും തന്നെ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഈ സമയത്തെങ്കിലും കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ കാലം പിന്നെയും ഒരുപാട് മുന്നോട്ട് പോയി. അങ്ങനെ 2008 ബ്രിട്ടീഷ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അവർ അതുവരെ നടത്തിയ എല്ലാ UFO ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിക്കുന്ന ഫയലുകളും ഡീക്ലാസിഫൈ ചെയ്ത് പുറത്തുവിടാൻ തീരുമാനിച്ചു. അപ്പം പൂർണ്ണമായും ആ ഫയലുകൾ അതേപടി പുറത്തു വിടുകയായിരുന്നില്ല, അതിൽ പല വിവരങ്ങളും മറക്കുകയും മായ്ക്കുകയോ ചെയ്ത് പബ്ലിക് കണ്ട വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ ഫയലിനെ വല്ലാതെ ഡൈല്യൂട്ട് ചെയ്ത് ആണ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം ഫയലുകൾ പുറത്തു വന്നു. ഇതേ തുടർന്ന് ബ്രിട്ടീഷ് ആർക്കൈവ്സിന് വേണ്ടി ഡോക്ടർ ഡേവിഡ് ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഈ ഫയലുകൾ പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ക്ലാർക്ക് ഫയലുകൾ ഓരോന്നായി അരിച്ചു പെറുക്കി. അതിൽ 90% വെറും ചവറായിരുന്നു. പക്ഷേ ചുരുക്കം ചില ഇൻസിഡൻറ്റുകൾ, ചുരുക്കം ചില ഫയലുകൾ അയാളെ വല്ലാതെ ആകർഷിച്ചു. അതിലൊന്ന് 1990 സ്കോട്ട്ലൻഡിലെ കാൽവൻ വില്ലേജിനടുത്ത് 2 യുവാക്കൾ കണ്ട ആ ഡയമണ്ട് ഷേപ്പിനെ സംബന്ധിക്കുന്ന ഫയലായിരുന്നു. ആ ഫയൽ നമ്മുടെ ഡോക്ടർ ഡേവിഡ് ക്ലാർക്ക് വളരെ ആവേശത്തോടുകൂടി പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ ഫയൽ കണ്ടിട്ട് ഡേവിഡ് ക്ലാർക്കിന് ആവേശം തോന്നിയെങ്കിലും ആ ഫയലിൽ നമ്മൾ ഈ പറഞ്ഞ 6 ഫോട്ടോഗ്രാഫ്സും അതിൻ്റെ നെഗറ്റീവ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അതിലെ ഏതോ ഒരു ഫോട്ടോയുടെ അവ്യക്തമായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കോപ്പി മാത്രമായിരുന്നു. എന്നിട്ടും ഡേവിഡ് ക്ലാർക്കിനെ എന്തുകൊണ്ടാണ് ആ ഫയൽ ആകർഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫയലിന് മേലെ അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫ്സിന് മേൽ
ബ്രിട്ടീഷ് ഗവൺമെൻറ് നടത്തിയ അന്വേഷണങ്ങളും അതിൽ കൂടിയ നടപടിക്രമങ്ങളും. അതായത് അക്കാലത്ത് ബ്രിട്ടൻ ഭരിച്ചിരുന്ന മാർഗരറ്റ് തച്ചാറിൻ്റെ മിനിസ്റ്ററിലുള്ള പല സീനിയർ മിനിസ്റ്റേഴ്സും ഇത് സംബന്ധിച്ച് ഗവൺമെൻറ്റിന് കൊടുത്ത ബ്രീഫിങ്സ്, അതുകൂടാതെ പല പല ഉന്നത ഉദ്യോഗസ്ഥന്മാരും പല അന്വേഷണ കമ്മീഷനുകളും ഇതിനെക്കുറിച്ച് നടത്തിയ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻസ്, ഈ ഫോട്ടോഗ്രാഫ്സുകളെക്കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടി പഠിച്ച ആൾക്കാരുടെ റിപ്പോർട്ടുകൾ, ഇതെല്ലാം പോട്ടെ നോക്കാം. ഇനി എങ്ങാനും ഈ സംഭവം പബ്ലിക്കിന് മുന്നിൽ ലീക്കായാൽ, മീഡിയയ്ക്ക് മുന്നിൽ ലീക്കായാൽ അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നതിനെക്കുറിച്ച് വരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്ലാനിങ് നടത്തിയിരുന്നു. ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഈ ഫയലിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡേവിഡ് ക്ലാർക്കിന് ഇതിൽ ഒരു പ്രത്യേക താല്പര്യം തോന്നിയത്. അതായത് ഇത്രയും പാടുപെട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും ഈ ഫോട്ടോഗ്രാഫുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് അന്വേഷിച്ച് ഡേവിഡ് ക്ലാർക്ക് യാത്ര ആരംഭിച്ചു. അപ്പോൾ ഈ ഫയലിൽ പറയുന്നത് 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഫോട്ടോഗ്രാഫ്സ് എല്ലാം തന്നെ ഗ്ലാസ്ഗോ ഡെയിലി റെക്കോർഡ്സ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിന് തിരിച്ചു കൊടുത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേവിഡ് ക്ലാർക്ക് ആദ്യം അന്വേഷണം നടത്തിയത് ഈ പത്രം ഓഫീസിൽ തന്നെയാണ്. ഈ ഗ്ലാസ്ഗോ ഡെയിലി റെക്കോർഡ്സ് എന്ന് പറയുന്ന ഈ പത്രം ഓഫീസിൽ തന്നെയാണ്. പക്ഷേ ആ ഫോട്ടോഗ്രാഫ്സ് ഒന്നും തിരിച്ചു കിട്ടിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇതേ തുടർന്ന് ക്ലാർക്ക് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ MODയിൽ വളരെ കാര്യമായ രീതിയിൽ അന്വേഷണം നടത്തുന്നു. പക്ഷേ ഫോട്ടോഗ്രാഫ്സ് ഒന്നും അവിടെ ഒന്നും ലഭിച്ചില്ല. ഇനി ക്ലാർക്കിന് മുന്നിലുള്ള ഏക വഴിയെന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫ്സ് എടുത്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കണ്ടെത്തി അവരോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. പക്ഷേ അവരെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഈ ഫയലിൽ മറച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വഴിമുട്ടിയ ക്ലാർക്ക് ഈ അന്വേഷണം അവസാനിപ്പിച്ചു. ഇത് സംഭവിക്കുന്നത് 2007-2008 കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഏതാനും വർഷങ്ങളിൽ 10 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഡേവിഡ് ക്ലാർക്ക് മറ്റൊരു UFO ഫയൽ പരിശോധിക്കുകയായിരുന്നു. ആ പരിശോധനയ്ക്കിടയ്ക്ക് ആ ഫയലിൽ ഒരു വ്യക്തിയുടെ പേര് അദ്ദേഹം കാണാനിടയായി. ആ വ്യക്തിയുടെ പേര് കാണാനിടയാന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഡീക്ലാസിഫൈ ചെയ്ത് വരുന്ന ഫയലുകളിലൊന്നും ഇത്തരത്തിൽ ആൾക്കാരുടെ പേരുകളൊക്കെ മറച്ചിരിക്കുകയോ മായച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ വ്യക്തികളുടെ പേരോ വിവരങ്ങളോ ഒന്നും കാണാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ മനുഷ്യൻ്റെ പേര് അതിലുണ്ടായിരുന്നു. ഇദ്ദേഹം ഈ കാൽവൻ ഇൻസിഡൻറ്റ് നടന്ന കാലഘട്ടത്തിൽ, അതായത് 90കളിൽ MODയുടെ UFO ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ പേര് ക്ലാർക്ക് കണ്ടെങ്കിലും ക്ലാർക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിങ്സിലും അല്ലെങ്കിൽ ഒരു റെക്കോർഡ്സിലും ഈ മനുഷ്യൻ്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല. ഏതായാലും ക്ലാർക്ക് ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ ഈ മനുഷ്യനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു സംശയവും തോന്നാത്ത വിധം എന്ന് പറഞ്ഞാൽ ആദ്യമേ എന്നിട്ട് ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു പക്ഷേ പറയണമെന്നില്ല. അതുകൊണ്ട് ബുദ്ധിമാനായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഡോക്ടർ ഡേവിഡ് ക്ലാർക്ക് വളരെ തന്ത്രപരമായി ഈ വ്യക്തിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചോദിച്ചത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഭാഗമായ ഈ UFO ഇൻവെസ്റ്റിഗേഷനിലെ ജോലിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ ഈ UFO എക്സ്ട്രാ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ അന്യഗ്രഹജീവി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരു അവസരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പലരും വളരെയധികം ത്രിൽഡ് ആവുകയും വളരെയധികം എക്സൈറ്റഡ് ആവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അങ്ങേയറ്റം ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ UFO ഇൻവെസ്റ്റിഗേഷനിലെ ജോലി എന്നാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതെങ്കിലും ഒരു പൊട്ടം വന്ന് എന്തെങ്കിലും പൊട്ടത്തരം പറയും, അതിൻ്റെ പുറകെ നമ്മൾ അന്വേഷിച്ച് പോകും, എത്തും പിടിയില്ലാത്ത അവസാനം ഈ അന്വേഷണം അവിടെ അങ്ങ് നിലയ്ക്കും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉടനീളം നടന്നിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചുള്ള ഈ ജോലി അങ്ങേയറ്റം വിരസമായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ മുന്നോട്ട് പോവുക തന്ത്രശാലിയായ ഡേവിഡ് ക്ലാർക്ക് ഈ ഉദ്യോഗസ്ഥനോട് ഒരു ചോദ്യം ചോദിച്ചു: നിങ്ങൾ ഇത്രയും കാലം ഈ UFO ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു, ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഒരു ജെനുവിനായിട്ടുള്ള ഒരു UFO കേസ് അന്വേഷിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഒരിക്കൽ അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടി. അതായത് 1990 കാൽവാനിലെ ഒരു കുന്നിൻ ചെരുവിൽ 2 ചെറുപ്പക്കാർ ഒരു UFOയുടെ അല്ലെങ്കിൽ ഒരു ഡയമണ്ട് ഷേപ്ഡ് ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ പകർത്തുകൊണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും ജെനുവിനായ UFO ഫോട്ടോഗ്രാഫ്സ് ആയിരുന്നു അത്. ഈ ഉത്തരം കിട്ടാൻ വേണ്ടി അയാളുടെ വായിൽ നിന്ന് ഈ ഒരു ഉത്തരം പുറത്തു വരാൻ വേണ്ടിയായിരുന്നു ക്ലാർക്ക് ഈ ഇൻ്റർവ്യൂ നാടകം കളിച്ചത്. ക്ലാർക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് പുറത്തു വന്നു. ഉദ്യോഗസ്ഥൻ ആ ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ചും അത് മിനിസ്ട്രിയിലുണ്ടാക്കിയ കോലാഹലങ്ങളെക്കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഫോട്ടോകൾ നെഗറ്റീവ് ഇന്ന് എവിടെയുണ്ടെന്നോ അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫ്സ് പകർത്തിയ ചെറുപ്പക്കാരുടെ എന്തെങ്കിലും വിവരങ്ങളോ ഈ ഉദ്യോഗസ്ഥനും അറിയില്ലായിരുന്നു. പക്ഷേ പുള്ളിക്ക് അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു, ഓഫീസർ ക്രെയ്ഗ് ലിൻസേ. ഇദ്ദേഹത്തിന് മുന്നിലേക്കാണ് നമ്മുടെ ഗ്ലാസ്ഗോ ഡെയിലി റെക്കോർഡ്സിൻ്റെ എഡിറ്റർ ആൻഡി അലൻ ഈ ഫോട്ടോഗ്രാഫ്സുമായിട്ട് എത്തിയത്. ഒടുവിൽ 2021 നമ്മുടെ ഡേവിഡ് ക്ലാർക്ക് ക്രെയ്ഗ് ലിൻസേ ഫോണിൽ വിളിച്ചു. വലിയ പ്രതീക്ഷയോടുകൂടിയൊന്നുമല്ല ഡേവിഡ് ക്ലാർക്ക് ആ ഫോൺ കോൾ ചെയ്തത്. കാരണം ഈ സംഭവം കഴിഞ്ഞിട്ട് ഏതാണ്ട് 30 വർഷത്തോളമായി
ക്രെയ്ഗ് ലിൻസെ എന്ന് പറയുന്ന ആ RAF ഉദ്യോഗസ്ഥൻ RAFിൽ നിന്ന് റോയൽ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ചിട്ട് തന്നെ വർഷങ്ങളായിരിക്കുന്നു. അയാളെ സംബന്ധിച്ച് അയാളുടെ കരിയറിൽ അദ്ദേഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ഇൻസിഡൻറ്റ്സ് വന്നിട്ടുണ്ടാകും, ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ഫോട്ടോഗ്രാഫ്സ് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച്, ഇങ്ങനൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഓർത്തിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ഡേവിഡ് ക്ലാർക്ക് ഫോൺ ചെയ്യുന്നത്. പക്ഷെ സംഭവിച്ചത് മറിച്ചായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ഫോൺ കോളിന് വേണ്ടി, അല്ല ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിഞ്ഞ 30 വർഷങ്ങളായി ഞാൻ കഴിയുകയായിരുന്നു എന്നാണ് ക്രെയ്ഗ് ലിൻസെ പറഞ്ഞു തുടങ്ങിയത്. അവർ തമ്മിൽ വളരെ നേരം സംസാരിച്ചു. ഈ സംഭവത്തെ സംബന്ധിച്ച്, ഈ ഫോട്ടോഗ്രാഫ്സിനെ സംബന്ധിച്ച് ഡേവിഡ് ക്ലാർക്കിനുണ്ടായിരുന്ന പല സംശയങ്ങളും ദൂരീകരിക്കാൻ ക്രെയ്ഗ് ലിൻസെയ്ക്ക് സാധിച്ചു. പക്ഷേ ഈ ഫോട്ടോസ് എടുത്ത ആരാണെന്ന് മാത്രം അയാൾക്കറിയില്ലായിരുന്നു. അതോടെ വീണ്ടും തികച്ചും നിരാശനായി ആ സംഭാഷണം അവസാനിപ്പിക്കാൻ തുടങ്ങിയ ഡേവിഡ് ക്ലാർക്കിനോട് ക്രെയ്ഗ് ലിൻസെ പറഞ്ഞു, ആ ഫോട്ടോസ് എടുത്ത ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ട്. ആ ഫോട്ടോകളിൽ ഏറ്റവും മികച്ചത് എൻ്റെ പക്കലുണ്ട്. ഞാൻ കഴിഞ്ഞ 30 വർഷമായി അത് ഭദ്രമായി എൻ്റെ പക്കൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് സന്തോഷം കൊണ്ട് മതിമറന്ന ഡേവിഡ് ക്ലാർക്ക് ഒരു നിമിഷം പോലും പാഴാക്കാതെ ക്രെയ്ഗ് ലിൻസെയുടെ അടുത്തെത്തി. 30 വർഷങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോ ഡെയിലി റെക്കോർഡ്സ് എന്ന ന്യൂസ് പേപ്പർ ക്രെയ്ഗ് ലിൻസെയ്ക്ക് ആ ഫോട്ടോഗ്രാഫ് കൈമാറിയ അതേ കവറിലിട്ട് ആ ഫോട്ടോയുടെ ഒരു കോപ്പി അയാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് ഡേവിഡ് ക്ലാർക്ക് ആൻഡ്രൂ റോബിൻസൺ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ടിനെ കൊണ്ട് ഈ ഫോട്ടോ കാര്യമായി അനലൈസ് ചെയ്യിപ്പിച്ചു. ഈ ആൻഡ്രൂ റോബിൻസൺ, ഇദ്ദേഹം ഷെഫീൽഡ് ഹാലോം യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദഗ്ധനായ ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ടായിരുന്നു. അദ്ദേഹം ഈ ഫോട്ടോഗ്രാഫ്സിൻ്റെ മേൽ നടത്തിയ കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു. അതായത് 1990 ആ കാലഘട്ടത്തിൽ സാധാരണയായി ഫോട്ടോഗ്രാഫുകൾ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കപ്പെട്ടിരുന്ന അതേ തരം പേപ്പറിലാണ് ഈ ഫോട്ടോസ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാലപ്പഴക്കവും അതുപോലെ ഈ കവറിൻ്റെ കാലപ്പഴക്കവും ഈ പറഞ്ഞ കാലവുമായിട്ട് ഏതാണ്ട് മാച്ച് ചെയ്യുന്നതാണ്. അതുപോലെ MODയുടെ ഫയലിലുണ്ടായിരുന്ന ഈ ഫോട്ടോഗ്രാഫ്സിൻ്റെ ആ ഫോട്ടോ കോപ്പിയും ഈ ഫോട്ടോഗ്രാഫും തമ്മിൽ വളരെ കൃത്യമായി മാച്ച് ചെയ്യുന്നുണ്ട്. അതിലുപരിയായി ഈ ഫോട്ടോയിൽ കാണുന്ന വെതർ കണ്ടീഷൻ, അതും 1990 ഓഗസ്റ്റ് 4 മെറ്റീരിയൽ റെക്കോർഡ് പ്രകാരം കാൽമാൻ ആ സമയത്തുണ്ടായിരുന്ന കാലാവസ്ഥയുമായും കൃത്യമായി മാച്ചാകുന്നുണ്ട്. തുടർന്ന് ഈ ഫോട്ടോയിലെ ഓരോ ഗ്രെയിൻസ് വരെ എണ്ണി പരിശോധിച്ച റോബിൻസന് ആ ഫോട്ടോയിൽ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻസും കണ്ടെത്താൻ സാധിച്ചു. അതായത് പണ്ട് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള നെഗറ്റീവ്സിൽ മേലിൽ മാനിപ്പുലേഷൻ നടത്തി, അല്ലെങ്കിൽ നെഗറ്റീവ്സിൽ മറ്റെന്തെങ്കിലും വെട്ടിച്ചേർത്തൊട്ടിച്ച് ഇത്തരത്തിലൊരു ഇമേജ് സൃഷ്ടിച്ചെടുത്തതായിട്ടൊന്നും അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചില്ല. അതായത് അങ്ങനെ ചെയ്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിലുള്ള അബ്രപ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രാൻസിഷൻസ് ഒന്നും തന്നെ അദ്ദേഹത്തിന് ആ ഫോട്ടോയിൽ കാണാൻ സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹം ഈ ഫോട്ടോഗ്രാഫ്സിൽ നടത്തിയ മെഷർമെൻറ്റ്സ് പ്രകാരം ഈ ഡയമണ്ട് ഷേപ്പ് വസ്തുവിന് ഏതാണ്ട് 40 മീറ്റർ നീളവും 8 മുതൽ 12 മീറ്റർ ഉയരവും ഉണ്ടായിരിക്കും എന്നാണ്. അപ്പം റോബിൻസന്റെ അഭിപ്രായത്തിൽ ഈ ഫോട്ടോസ് ഫേക്ക് ആകാൻ 2 റെയർ ചാൻസേ ഉള്ളൂ. അതായത് ആ ചാൻസും റെയറാണ്. ഒന്നെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു ലേക്കിൻ്റെ സർഫസിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കൂട്ടത്തിൻ്റെ റിഫ്ലക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഇതൊരു റിഫ്ലക്ഷൻ ആണെങ്കിൽ ഓർക്കണം, ഇത് 1990 എടുത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ്സ് ആണ്. തന്നെയുമല്ല, ഇത് എടുത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ അത്ര എക്സ്പേർട്ടായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സൊന്നും ആകാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് നമ്മളിന്ന് ഡിജിറ്റൽ DSLRകൾ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോഗ്രാഫ്സുകൾ, അതായത് വളരെ മികച്ച ലെൻസുകളും ഫിൽറ്ററുകളും ഒക്കെ ഇട്ടെടുക്കുന്ന ഫോട്ടോഗ്രാഫുകൾ പോലെയല്ല. അക്കാലത്ത് ഒരു ലേക്ക് സർഫസിൻ്റെ ഫോട്ടോ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വാട്ടർ സർഫസിലെ ചെറിയ ആൻഡുലേഷൻസോ, അതായത് ഓളങ്ങളോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർഫസിൽ നിന്നുള്ള ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷൻസോ ഒക്കെ കണ്ടെത്താൻ സാധിക്കും. ഇത് പരിശോധിക്കുന്ന അതിവിദഗ്ധനായ ഒരു ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ആണെന്ന് നമ്മൾ വിചാരിക്കണം. അവർക്ക് അത് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആൻഡേഴ്സൺ അതിനകത്ത് കണ്ടെത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ ഈ ഒരു പോസിബിലിറ്റി റൂൾ ഔട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി ആയിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു കുന്നിനെ ഭാഗികമായിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായിട്ടും മേഘങ്ങൾ മൂടുകയും അതിൻ്റെ മുകൾ ഭാഗം ആ മേഘങ്ങൾക്കിടയിലൂടെ പൊങ്ങി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഇമേജ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ആ ഫോട്ടോ എടുത്ത കാൽവാൻ എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ ഒരു ടോപ്പോഗ്രഫി വെച്ച് അത്തരത്തിലൊരു പ്രതിഭാസം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. അതായത് മേഘങ്ങൾ മൂടി അതിൻ്റെ മുകളിലേക്ക് തലപൊക്കി നിൽക്കാൻ പറയത്തുള്ളൊരു കുന്നോ കാര്യങ്ങളോ ഒന്നും ഈ കാൽവാൻ എന്ന് പറയുന്ന പ്രദേശത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസിബിലിറ്റിയും ഇല്ലെന്നാണ് നമ്മുടെ ഫോട്ടോഗ്രാഫിക് വിദഗ്ധനായിട്ടുള്ള ആൻഡ്രൂ റോബിൻസൺ പറയുന്നത്. ഇനി ഇതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ അതിൽ നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ്സ് കിട്ടണം. പക്ഷേ നെഗറ്റീവ്സിലൊരു മാനിപ്പുലേഷൻ നടത്താനുള്ള സാധ്യത ഇല്ലെന്നാണ് ഡേവിഡ് ക്ലാർക്കും അതുപോലെ ആൻഡ്രൂ റോബിൻസണും ഉറച്ച് വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ഒരു മാനിപ്പുലേഷൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ MOD ഇതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തത്തില്ലായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഇത്രയും സീനിയർ മിനിസ്റ്റർമാരുടെ ബ്രീഫിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. എന്നിട്ടും തൃപ്തി വരാതെ നമ്മുടെ ഡേവിഡ് ക്ലാർക്ക്
വീണ്ടും പല ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ടുകളെ കണ്ട് ഈ ഫോട്ടോകൾ പരിശോധിപ്പിച്ചു. അവർക്കെല്ലാം തന്നെ നമ്മുടെ റോബിൻസൺ പറഞ്ഞ അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഫോട്ടോഗ്രാഫ് തികച്ചും ജെനുവിനാണെന്ന് മനസ്സിലായിട്ടും ക്ലാർക്കിൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ അവശേഷിച്ചു. അത് ദൂരീകരിക്കണമെങ്കിൽ ഈ ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന ആ 2 വ്യക്തികളെ കണ്ടെത്തണം. അവരെ കണ്ടെത്താൻ ഒരു മാർഗ്ഗവും ഇല്ലെന്ന് തോന്നിയതോടുകൂടി ക്ലാർക്ക് ഈ ഫോട്ടോയും ഇത് സംബന്ധിക്കുന്ന വിവരങ്ങളും പബ്ലിഷ് ചെയ്തു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് UFO ഫോട്ടോഗ്രാഫ്സ് എന്ന് വിശേഷിക്കപ്പെടുന്ന കാൽവാൻ UFO ഫോട്ടോഗ്രാഫ് 32 വർഷങ്ങൾക്ക് ശേഷം വെളിച്ചം കണ്ടു. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള UFO സപ്പോർട്ടേഴ്സ്, UFO ആരാധകർ ആനന്ദതുന്ദരിലായി ആഹ്ലാദ നൃത്തം ചവിട്ടി. പക്ഷേ ക്ലാർക്കിൻ്റെ യഥാർത്ഥ ഉദ്ദേശം നടന്നില്ല. അതായത് ഈ ഫോട്ടോയും അതിൻ്റെ വാർത്തയും കണ്ട് ഈ ഫോട്ടോഗ്രാഫ്സ് എടുത്ത ആരെങ്കിലും ഒരാൾ തന്നെ തേടി വരുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടാണ് ക്ലാർക്ക് ഇവ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ആരും തന്നെ അയാളെ തേടി വന്നില്ല. അതുപോലെ ക്ലാർക്കും അതുപോലെ പലരും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവരെ തട്ടിക്കളഞ്ഞതായിരിക്കാം എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ വിശ്വസിക്കാൻ ക്ലാർക്കിന് അയാളുടേതായ ചില കാരണങ്ങളുണ്ട്. അതായത് ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷം ക്ലാർക്ക് ഈ കാൽവാൻ എന്ന പ്രദേശത്ത് ഈ ചെറുപ്പക്കാരെ കണ്ടെത്താൻ വേണ്ടി പലതവണ അന്വേഷണം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അവിടെ പലരെയും കണ്ടുമുട്ടിയെങ്കിലും അദ്ദേഹം കണ്ടുമുട്ടിയ ഒരാൾ മാത്രമാണ് ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അയാൾക്ക് കൈമാറിയത്. ആ വ്യക്തിയുടെ പേര് റിച്ചാർഡ് ഗ്രീവ് എന്നായിരുന്നു. ഇദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിലെ ഷെഫായിരുന്നു. പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഈ ചെറുപ്പക്കാരെ അറിയാമെന്ന് മാത്രമല്ല ഈ സംഭവത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാർ തൻ്റെ റെസ്റ്റോറൻറ്റിൽ സ്ഥിരമായിട്ട് വന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അവരുമായിട്ട് തനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ സംഭവത്തെക്കുറിച്ചും ഈ ഫോട്ടോഗ്രാഫ്സിനെ കുറിച്ചും ഒക്കെ തന്നോട് പറയുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കറുത്ത കൂട്ടിലെ ചില ആൾക്കാർ തൻ്റെ റെസ്റ്റോറൻറ്റ് മുന്നിൽ വെച്ച് ഈ ചെറുപ്പക്കാരുമായിട്ട് എന്തോ കാര്യമായി സംസാരിക്കുന്നത് താൻ കാണാനിടയായി. പക്ഷേ അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ അവരെന്താണ് സംസാരിച്ചതെന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. പക്ഷേ തിരികെ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് വന്ന ഈ ചെറുപ്പക്കാർ പേടിച്ചരണ്ട് വിളറി വെളുത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഏതാനും ദിവസങ്ങൾ കൂടി ഈ ചെറുപ്പക്കാരെ താൻ അവിടെയൊക്കെ വെച്ച് കണ്ടു. അതിനുശേഷം അവരെങ്ങോട്ടോ അപ്രത്യക്ഷരായി. അതിനുശേഷം താൻ ഒരിക്കലും അവരെ കാണാനിടയായിട്ടില്ല എന്നാണ് റിച്ചാർഡ് ഗ്രീവ് ഡേവിഡ് ക്ലാർക്കിനോട് പറഞ്ഞത്. പക്ഷേ ഇത്രയും കാര്യമായിട്ട് ആ ചെറുപ്പക്കാരോട് ഇടപെട്ടിട്ടുണ്ട്. അവരെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ റിച്ചാർഡ് ഗ്രീവ് ഓർത്തിരിപ്പുണ്ടെങ്കിലും അവരുടെ പേരോ മറ്റോ വിവരങ്ങളോ ഒന്നും തന്നെ റിച്ചാർഡ് ഗ്രീവിന് അറിയില്ലായിരുന്നു. അപ്പോൾ റിച്ചാർഡ് ഗ്രീവ് പറഞ്ഞ ഈ ഒരു സംഭവം കൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ചെറുപ്പക്കാരെ തട്ടിക്കളഞ്ഞതായിരിക്കാം എന്ന് നമ്മുടെ ഡേവിഡ് ക്ലാർക്ക് വിശ്വസിച്ചത്. അതായത് ഈ കറുത്ത കൂട്ടിട്ട് വന്ന ആൾക്കാർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ചാരന്മാരോ മറ്റോ ആയിരിക്കും. അവർ വളരെ വിദഗ്ധമായിട്ട് ഈ ചെറുപ്പക്കാരെ തട്ടിക്കളഞ്ഞിരിക്കാം എന്നാണ് ഡേവിഡ് ക്ലാർക്കിൻ്റെ അനുമാനം. പക്ഷേ അങ്ങനെ ഇരിക്കെ ഈ ചെറുപ്പക്കാരെ കണ്ടെത്താൻ ഡേവിഡ് ക്ലാർക്കിന് ഒരവസരം കൂടെ വീണ് കിട്ടി. അതായത് RAF ഉദ്യോഗസ്ഥൻ ക്രെയ്ഗ് ലിൻസെ ഡേവിഡ് ക്ലാർക്കിന് കൈമാറിയ ആ ഫോട്ടോഗ്രാഫ്സിന് പുറകിൽ ചുവന്ന അക്ഷരത്തിൽ ഒരു പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഡേവിഡ് ക്ലാർക്ക് അത്ര കാര്യമായി എടുത്തില്ല. പിന്നീട് ആ ഫോട്ടോ തിരിച്ചും മറിച്ചും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഈ പേര് അയാളുടെ കണ്ണിലുടക്കി. കെവിൻ റസൽ എന്നായിരുന്നു ആ പേര്. അങ്ങനെ നമ്മുടെ ഡേവിഡ് ക്ലാർക്ക് ഈ കെവിൻ റസലിനെ അന്വേഷിച്ച് വീണ്ടും കാൽവാനിൽ എത്തുകയാണ്. പക്ഷേ അവിടെ ഈ കാൽവാനിലും പരിസര പ്രദേശത്തുമായി കെവിൻ റസൽ എന്ന പേര് ഉള്ള ഏതാണ്ട് 200-ലധികം ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ടും ആത്മവിശ്വാസം കൈവിടാതെ ഡേവിഡ് ക്ലാർക്ക് ഈ പറഞ്ഞ എല്ലാ കെവിൻ റസൽമാരെയും സംബന്ധിക്കുന്ന വിവരങ്ങളും ശേഖരിച്ച് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവസാനം ഒരാളെ പിൻ പോയിന്റ് ചെയ്തു. ഡേവിഡ് ക്ലാർക്കിന് ഉറപ്പായിരുന്നു ഈ മനുഷ്യനാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കെവിൻ റസൽ, ഈ ഫോട്ടോ എടുത്ത കെവിൻ റസൽ. അങ്ങനെ ഡേവിഡ് ക്ലാർക്ക് ആ മനുഷ്യനെ കാണാൻ ചെന്നു. അയാളോട് കാര്യങ്ങൾ തിരക്കി. പക്ഷേ അയാൾക്ക് ഇങ്ങനൊരു ഫോട്ടോഗ്രാഫ്സിനെ പറ്റിയോ ഈ ഒരു സംഭവത്തെക്കുറിച്ചോ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡേവിഡ് ക്ലാർക്ക് വിശ്വസിക്കുന്നത് ആ മനുഷ്യൻ തന്നെയാണ് ഈ ഫോട്ടോ എടുത്തതാണ്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്നുള്ള ഭീഷണി മൂലം തൻ്റെ ഐഡൻറ്റിറ്റി വെളിവാക്കാൻ വിസമ്മതിക്കുന്നതാണെന്നാണ് ഡേവിഡ് ക്ലാർക്ക് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഡേവിഡ് ക്ലാർക്കിനെ സംബന്ധിച്ചുള്ള ഈ ഫോട്ടോ എടുത്ത ആരാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ലെന്നേ ഉള്ളൂ. ഈ ഫോട്ടോ ഫേക്ക് ആണെന്ന് തെളിയിക്കാൻ ലോകത്തുള്ള ഒരു ഫോട്ടോഗ്രാഫിക് വിദഗ്ധനും ഒരു സയൻറ്റിസ്റ്റിനും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ മേലാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിൻ്റെ മേലെ നടത്തിയ അന്വേഷണങ്ങൾ മാത്രമല്ല ഈ ഫോട്ടോസും ഇത് സംബന്ധിക്കുന്ന ഇൻഫർമേഷനും ഈ ഒരു സ്റ്റോറി തന്നെ പൂർണ്ണമായും അവർ 30 വർഷത്തോളം ഹൈഡ് ചെയ്ത് വെച്ചു. 30 വർഷത്തിന് ശേഷം അവർ ഇതിനെ സംബന്ധിച്ച് പുറത്തു വിട്ടാത്ത അപൂർണമായ ഒരു ഡീക്ലാസിഫൈഡ് ഫയൽ. അപ്പോൾ ബ്രിട്ടനിലുള്ള ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ, നമ്മുടെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന പോലെ അവിടെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അതിന് പ്രകാരം ഇത്തരത്തിലുള്ള ഫയലുകൾ, അല്ലെ സാധാരണ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഫയലുകൾ ഒരു 30 വർഷമൊക്കെ ആകുമ്പോഴത്തേനും അവർ പൂർണ്ണമായും ഡീക്ലാസിഫൈ ചെയ്ത് പുറത്തു വിടും. അതായത് നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഫയലുകളൊന്നും അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഡീക്ലാസിഫൈ ചെയ്ത് പുറത്തു വിടും. അപ്പോൾ 2021 ഈ ഫയൽ പൂർണ്ണമായും ഡീക്ലാസിഫൈ ചെയ്ത് പുറത്തു വിടേണ്ടതാണ്. പക്ഷേ ഇപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിനെക്കുറിച്ച് പറയുന്നത് 2072 കഴിഞ്ഞ് ഈ ഫയൽ പുറത്തു വിടൂ എന്നാണ്. അത് സാധാരണ ഇത്തരത്തിൽ ഡീക്ലാസിഫൈ ചെയ്ത ഇൻഫർമേഷൻ പുറത്തു വിടുമ്പോൾ ഈ ഫയലിൽ പ്രതിപാദിക്കുന്ന ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് പുറത്തു വിടത്തില്ല, അല്ലെങ്കിൽ ആ ഫയൽ തന്നെ പുറത്തു വിടത്തില്ല. പക്ഷേ അത് ഒരിക്കലും ഇത്രയും നീണ്ട ഒരു കാലയളവിലേക്ക്
ഹോൾഡ് ചെയ്യാറില്ല. ഒരുപക്ഷെ ഇത് ഏലിയൻ ഷിപ്പ് ആകാം, UFO ആകാം, മറ്റെന്തെങ്കിലും ആകാം. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിൻ്റെ മേലെ ഇത്രയും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇത് സംബന്ധിച്ച് അവർക്കറിയാവുന്ന കാര്യം പുറത്തു വിടാൻ ഇത്രയധികം മടിക്കുന്നത്? അതിനെക്കുറിച്ച് പല വിദഗ്ധരും പറയുന്നത് സാധാരണ ഇത്തരം UFO കേസുകളിലെല്ലാം പറയുന്ന ആ സ്ഥിരം പല്ലവിയാണ്. അതായത് ഇത് അമേരിക്കയുടെ ഏതോ രഹസ്യമായതും ഏതോ ഒരു രഹസ്യ വിമാനമാണ്. അവരതിൻ്റെ പരീക്ഷണ പറക്കൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ യുവാക്കൾ ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ ഇടയാകുകയായിരുന്നു എന്നാണ്. അതായത് 1990 ഈ കാലഘട്ടത്തിൽ സ്കോട്ട്ലൻഡിൻ്റെ പല ഭാഗങ്ങളിലും RAFിൻ്റെ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ പല ബേസുകളും ഉണ്ടായിരുന്നു. തന്നെയുമല്ല ഈ സമയത്ത് US എയർഫോഴ്സും RAFും സംയുക്തമായിട്ട് ഇവിടെ ചില പരീക്ഷണ പറക്കലുകൾ നടത്തിയിട്ടുമുണ്ട്. അതായത് ഈ ബ്ലാക്ക് ഓപ്സ് പ്രോഗ്രാമൊക്കെ നടക്കുന്ന സമയമാണിത്. അതിൻ്റെ ഭാഗമായിട്ട് പല വിമാനങ്ങളും US എയർഫോഴ്സ് ഈ പ്രദേശങ്ങളിൽ RAFിൻ്റെ സഹായത്തോടെ പരീക്ഷണ പറക്കലുകൾ നടത്തുകയുണ്ടായി. അതിലേതോ ഒരു വിമാനത്തിൻ്റെ ഫോട്ടോയാണ് ഇവരെടുത്തതെന്നാണ് പല വിദഗ്ധന്മാരും അഭിപ്രായപ്പെടുന്നത്. അത് ശരിയാവാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 1970 ശേഷം അമേരിക്കക്കാർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ച എല്ലാ രഹസ്യ ആയുധങ്ങളുടെയും അല്ലെങ്കിൽ രഹസ്യ വിമാനങ്ങളുടെയും ഈ പറഞ്ഞ രീതിയിലുള്ള ബ്ലാക്ക് ബേർഡ് അല്ലെങ്കിൽ U2 അതുമല്ലെങ്കിൽ നമ്മുടെ പല സ്റ്റെൽത്ത് വിമാനങ്ങൾ, ഈ ഹാവ് ബ്ലൂ പ്രോഗ്രാമിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെയ്ത പല സ്റ്റെൽത്ത് വിമാനങ്ങൾ, ഇവയെല്ലാം സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണ്. ഏതൊക്കെ വിമാനങ്ങൾ ഏതൊക്കെ സമയത്ത് എവിടെയൊക്കെ അമേരിക്കക്കാർ പരീക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വിമാനങ്ങളെല്ലാം ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും എല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ഇതിനെ സംബന്ധിക്കുന്ന വളരെയധികം ഡീറ്റെയിൽസ് അമേരിക്ക തന്നെ ഡീക്ലാസിഫൈ ചെയ്ത് പുറത്തു വിട്ടിട്ടുണ്ട്. ഇന്ന് പബ്ലിക്കിന് അറിയാൻ പറ്റാത്തതായിട്ടുള്ള യാതൊരു രഹസ്യായുധവും അമേരിക്ക 90-ൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു രഹസ്യായുധം, അങ്ങനെ ഒരു മാരകമായ രഹസ്യായുധം, അങ്ങനെ ഒരു മാരകമായ ആകാശയാനം അമേരിക്കയും ബ്രിട്ടനും ഇന്ന് രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും 9/11 പോലെ ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും 1990 ഓഗസ്റ്റ് 4 കാൽവാനിലെ കുന്നിൻ ചെരുവിൽ ആ 2 യുവാക്കൾ പകർത്തിയത് ഒരു UFOയുടെ ഒരു അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റിൻ്റെ ചിത്രം തന്നെയായിരുന്നു. മനുഷ്യൻ ഇന്നേ വരെ പകർത്തിയിട്ടുള്ളത് വെച്ച് ഏറ്റവും കൃത്യവും വ്യക്തവുമായ UFO ഇമേജ്. അപ്പോൾ ഇതാണ് ഇന്നും ഉത്തരമില്ലാത്ത ഒരു പ്രഹേളികയായി ഒരു കടങ്കഥയായി തുടർന്ന കാൽവാൻ UFO ഇമേജിൻ്റെ ചരിത്രം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.